നമസ്കാരം, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായി സ്വാമിയെ കണ്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ ശബരിമല യാത്രയാണ്. അപ്പോൾ ശബരിമല കാണാത്തവർക്കും അതുപോലെ ശബരിമല ചടങ്ങ് എന്താണെന്ന് അറിയാത്തവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നവർക്ക് ശബരിമലയിലെ വിശേഷങ്ങൾ കാണാം. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി. അങ്ങനെ നമ്മുടെ ശബരിമലയിലെ കെട്ടുനിറ ഏകദേശം സ്റ്റാർട്ട് ചെയ്തത് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കെട്ടുനിറ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പോയിരുന്നത് മൊത്തം 10 പേരാണ്. 10 പേര് കൂടിയാണ് നമ്മൾ ശബരിമലയ്ക്ക് പോയിരുന്നത്. അപ്പോൾ നമ്മുടെ തറവാട്ടമ്പലത്തിൽ നിന്ന് 3 പേരും പിന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒരു 6 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ 9 സ്വാമിമാരാണ് ഇത്തവണ ശബരിമല യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തത്. അപ്പോൾ ഇത്തവണ ഞാൻ മോളെ ഒന്നും കൊണ്ടുപോയില്ല. കാരണം ശബരിമല തിരക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടും കണ്ടൊക്കെ പേടിച്ചത് കാരണം ഞാൻ മോളെ ഇപ്രാവശ്യം കൊണ്ടുപോയില്ല. മോളെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ സാഹചര്യങ്ങളൊക്കെ സെറ്റായി വരണം. അപ്പം അത് കാരണം ഇപ്രാവശ്യം നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ട് പോകാനുള്ള പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആദ്യത്തെ നിറ ചേട്ടൻ്റെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ നിറ ആദ്യം കഴിഞ്ഞു, പിന്നീട് എൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നിറച്ചു. കാരണം നമ്മൾ ഇത്തിരി ടൈം ലേറ്റ് ആയ കാരണം നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ എൻ്റെ നിറ കഴിഞ്ഞതോട് കൂടി പിന്നെ ഞാൻ മോളുടെ നെയ്ത്തേങ്ങ നിറയ്ക്കലാണ്. അപ്പോൾ മോളും നെയ്ത്തേങ്ങ നിറയ്ക്കുന്നുണ്ട്, അതുപോലെ ഭാര്യയും നെയ്ത്തേങ്ങ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്വാമിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു വഴിപാടാണ് ഈ നെയ്ത്തേങ്ങ നിറച്ച് കൊടുക്കൽ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് നെയ്ത്തേങ്ങ നിറച്ച് കൊടുക്കും. നമ്മൾ കൊണ്ടുവന്ന നെയ്ത്തേങ്ങ പുറമെ ആളെണ്ണത്തിന് ഓരോ നെയ്ത്തേങ്ങ വെച്ച് നമ്മൾ നിറച്ച് അയ്യപ്പന് കൊടുക്കാറുണ്ട്. അപ്പോൾ മോളുടെ നെയ്ത്തേങ്ങ നിറയ്ക്കലാണ് അടുത്തതായിട്ട്. അത് കഴിഞ്ഞ ഉടനെ ഭാര്യയുടെ പിന്നെ ചേട്ടൻ്റെ 2 ചേട്ടന്മാരും ഞാനാണ് പോയിരുന്നത്. അപ്പോൾ 3 പേരുടെ നിറ നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവസാനിപ്പിച്ചായിരുന്നു. 2 മണിക്ക് നമ്മൾ നിറ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3:30 കൂടി തന്നെ നമ്മുടെ നെയ്ത്തേങ്ങ നിറയ്ക്കൽ അവസാനിച്ചായിരുന്നു. അപ്പോൾ മോളെ ഞാൻ മടിയിലിരുത്തിയിട്ട് നെയ്യ് തേങ്ങയിലേക്ക് ഒഴിച്ച് വഴിപാടായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ വെക്കുവാണെങ്കിൽ ഞാൻ അടുത്ത തവണ കൊണ്ടുപോകാനുള്ളൊരു പ്ലാനിങ് ഉണ്ട്. കാരണം മക്കളെയൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മോളെ കൊണ്ടുപോയിട്ടില്ല. ശരണമപ്പ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ നെയ്യഭിഷേകം 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 അയ്യപ്പോ. അങ്ങനെ എൻ്റെയും മോളുടെയും നെയ്ത്തേങ്ങ നിറയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈഫിനാണ് അടുത്തത്. അപ്പോൾ എൻ്റെ കെട്ടിൽ 3 നെയ്ത്തേങ്ങയാണ്. ഒരു ചേട്ടന്മാരുടെ കെട്ടിൽ ഓരോ തേങ്ങയും അതുപോലെ അവർ നിറയ്ക്കുന്ന തേങ്ങയും. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി ഇവിടെ അധികം സമയം കളയില്ല. നമ്മൾ നമ്മൾ ശബരിമലയ്ക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഭാര്യ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ ആൾക്ക് ചടങ്ങും കാര്യങ്ങളൊക്കെ അറിയില്ല. അപ്പോൾ ആളുടെ ഫസ്റ്റത്തെ ഒരു അനുഭവമാണ് നെയ്ത്തേങ്ങ നിറയ്ക്കലും അതൊരു ശബരിമല ചടങ്ങുകൾ കേട്ടോ. അപ്പോൾ ആൾ ജീവിതത്തിൽ ഇത്ര വർഷങ്ങൾക്ക് ആദ്യമായിട്ടാണ്
ശബരിമലയ്ക്ക് നെയ്ത്തേങ്ങ നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് ഞാനും കാണുന്നു, അവളും കാണുന്നു. കാരണം നമ്മൾ ഇൻ്റർകാസ്റ്റ് മാരേജിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അതിലാൾ ഫുൾ സാറ്റിസ്ഫൈഡും കൂടിയാണ് കേട്ടോ. അതിലങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് അങ്ങനെ നമുക്ക് അങ്ങടായാലും ഇങ്ങടായാലും അങ്ങനത്തെ യാതൊരു വിധ പ്രശ്നങ്ങളും ഞങ്ങൾ ഇതുവരെ ഉണ്ടായിട്ട്. കെട്ടും കെട്ടി ഇപ്പൊ പോയ സ്വാമിയെ കണ്ട സ്വാമിയെ കണ്ട അയ്യപ്പോ കെട്ടും കെട്ടി സ്വാമിയെ അയ്യപ്പോ ഇപ്പൊ പോയ സ്വാമിയെ കണ്ട സ്വാമിയെ വെള്ളരി അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ അയ്യപ്പോ സ്വാമിയേ വെള്ളരി നേദ്യം സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമി സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ ഇപ്പൊ പോയ സ്വാമിയെ കണ്ട മോക്ഷം കിട്ടിയ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ കൽക്കണ്ട മുന്തിരി കെട്ടിലടക്ക അവലും മലരും സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ കർപ്പൂര ദീപം സ്വാമിയേ അയ്യപ്പോ കൽക്കണ്ട മുന്തിരി സ്വാമിയേ നെയ്യഭിഷേകം ഇളനീരഭിഷേകം കാണിപ്പൊന്ന് കാണിപ്പണവും കാണിപ്പണവും സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ കെട്ടുനിറ കഴിഞ്ഞു. അതുപോലെ മോളുടെയും ഭാര്യയുടെ ഒക്കെ നെയ്ത്തേങ്ങ നിറക്കൽ കഴിഞ്ഞു. ഇനി ഇതേ അവസാനത്തെ സ്വാമിയുടെ നിറയും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ചേട്ടനാണ്. അപ്പോൾ ചേട്ടനോട് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇനി ഇറങ്ങാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അവസാനത്ത് കിട്ടുന്നവരോടെയും കഴിഞ്ഞിട്ട് നമുക്കിത് ഇവിടുന്ന് ഇറങ്ങി പിന്നീട് ഇനി ശബരിമലയിലേക്കുള്ള യാത്രയിലെ വിശേഷങ്ങളും അതൊരു ശബരിമല എന്താണ് അവിടുത്തെ കരിമല കയറ്റം നീരിമല കയറ്റം അതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കാണാത്ത ആൾക്കാർക്കൊക്കെ ഒരു അനുഭവം ആയിക്കോട്ടെ വെച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നേരെ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അങ്ങനെ ദേ 3 പേരുടെ നിറയും കഴിഞ്ഞു. ഇനി കെട്ടെല്ലാം വെച്ച് ഒരു പൂജയാണ്. നമ്മുടെ നാട്ടിലെ പരിപാടി അങ്ങനെയാണ്. അപ്പോൾ എല്ലാ കെട്ടും നിരത്തി വെച്ച് അവസാനത്തെ ഒരു പൂജ ചെയ്ത് പിന്നെ സ്വാമിമാർക്കൊക്കെ നമ്മൾ ഇത് കൊടുത്ത് അവസാനത്തെ പ്രസാദം വാങ്ങിയിട്ടാണ് നമ്മൾ കെട്ടേറ്റുന്നത്. അപ്പോൾ ഗുരുസ്വാമിയാണ് നമുക്ക് കെട്ടൊക്കെ ഏറ്റി തരിക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇതേ തീർത്ഥം എല്ലാവർക്കും നമ്മൾ കഴിച്ചതിന് ശേഷം തീർത്ഥം എല്ലാവർക്കും കൊടുത്ത് പിന്നെ നമ്മളിതേ ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കുന്നതാണ് കാണുന്നത്.
അപ്പോൾ എല്ലാ സ്വാമിമാരും ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുത്തിട്ടാണ് നമ്മൾ കെട്ടേറ്റുന്നത്. അപ്പോൾ കെട്ടേറ്റി തന്നിട്ട് ഗുരുസ്വാമി പോവും. പിന്നെ നമ്മൾ ബാക്കി നമുക്ക് എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് പോവാമെന്നാണ്. അപ്പോൾ എല്ലാവരും ദക്ഷിണ കൊടുത്തു. ഞാനത് ലാസ്റ്റ് ദക്ഷിണ കൊടുത്ത് തൊട്ട് നിറയെ വെച്ച് നമ്മളിത് കെട്ടേറ്റാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ചേട്ടന് കെട്ടേറ്റി അങ്ങനെ ഓരോരുത്തർക്ക് സ്വാമിമാർ എത്ര പേരുണ്ട് അവർക്ക് എല്ലാവർക്കും ഇത് ചടങ്ങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ദക്ഷിണ കൊടുത്തിന് കെട്ടേറ്റിയാണ്. കെട്ടേറ്റി നമ്മളെ കെട്ടുനിറ നടന്ന ഭാഗത്തൊരു വലം ചുറ്റിലുണ്ട്. അപ്പോൾ ഒരു വട്ടം ചുറ്റി നമ്മളിത് കെട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഗുരുസ്വാമി ഇവിടുന്ന് പോവാണ്. അടുത്ത ആൾക്ക് അടുത്ത പൂജക്കാരിലൊക്കെ ഉള്ള കാരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കാരണന്മാർക്ക്, അതായത് നമ്മുടെ വയസ്സിന് മൂത്ത എല്ലാവർക്കും നമ്മൾ ദക്ഷിണ കൊടുക്കും. ഗുരുസ്വാമിക്ക് കൊടുത്ത പോലെ തന്നെ ദക്ഷിണ കൊടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ വലിയച്ഛന്മാർ അതുപോലെ ചേട്ടന്മാർക്കൊക്കെയാണ് കൊടുക്കുക. ഏറ്റവും അവസാനമാണ് അമ്മയ്ക്ക് കൊടുക്കുക. അപ്പോൾ അമ്മയ്ക്കോട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദക്ഷിണ അവസാനിപ്പിച്ചു. അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ദക്ഷിണ കൊടുക്കില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ചേട്ടന്മാരെ വലിയച്ഛന്മാർക്കും അമ്മമാർക്കൊക്കെ ദക്ഷിണ കൊടുത്തു. അപ്പോൾ ഇതേ സ്വാമിയുടെ ചേട്ടനാട്ടോ. അപ്പോൾ അവർക്ക് ദക്ഷിണ കൊടുത്തപ്പോൾ ഒരു ചമ്മൽ. അപ്പോൾ ഇതേ ആ സ്വാമിയുടെ അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ഊഴാണ്. ചേട്ടന്മാരുടെ കഴിഞ്ഞു, ഇനി എൻ്റെ ഊഴാണ്. അപ്പോൾ എനിക്കിത് വലിയച്ഛന് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അമ്മയ്ക്കും കൊടുത്ത് നമ്മളിനി ശബരിമലയ്ക്കുള്ള യാത്ര ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത പരിപാടി ഇനി കെട്ടേറ്റി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ വേറെ ഭക്ഷണം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, കാരണം നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കെട്ടുനിറ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൂടി ഇതേ ദക്ഷിണ കൊടുത്ത് ഇനി ഇത് കെട്ടേറ്റാൻ പോവാണ്. അപ്പോൾ നമ്മളിത് എല്ലാ കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായിട്ടോ. നമുക്ക് കൊണ്ടുപോകാനുള്ള ബാഗുകൾ എല്ലാ സാധനം. ഇനി നമ്മൾ തിരിച്ച് കയറില്ല, നമ്മളിനി മല കയറി ചവിട്ടിയിട്ടേ തിരിച്ച് കയറുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഈ കെട്ടേറ്റി കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ യാത്രയാണ് ചെയ്യുക. ഇനി മലയ്ക്ക് പോയി സ്വാമിനെ കണ്ടതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ ഭാഗത്തേക്ക് തിരിച്ചു കയറുള്ളൂ. അങ്ങനെ 3 സ്വാമിമാർക്കും കെട്ടേറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ തേങ്ങ ഉടയ്ക്കും. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പുറത്ത്, അതായത് കെട്ടുനിറ നടക്കുന്നതിൻ്റെ പുറത്തായിട്ട് കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വീണ്ടും അതുപോലെ തന്നെ കെട്ടേറ്റി 3 തവണ നമ്മൾ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിത് 3 പേരും അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ച് ഇതേ പുറത്തിറങ്ങി നമ്മളൊരു കല്ല് പൂജിച്ച് വെച്ചിട്ടുണ്ടാവും, കല്ലും വിളക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ കല്ലിന് 3 വട്ടം വലം വെക്കും. എന്നിട്ട് തേങ്ങ ഉടച്ച് നമ്മൾ വണ്ടിയിലേക്ക് കയറുകയാണ് പതിവ്. അപ്പോൾ നമ്മൾ 3 പേരും 3 തവണ വലം വെച്ച് 3ാമത്തെ തവണ എത്തുമ്പോൾ തേങ്ങ ഉടച്ച് നമ്മൾ വണ്ടിയിലേക്ക് കയറും. അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ ശരണമയ്യപ്പോ അയ്യപ്പോ അങ്ങനെ നമ്മൾ ഏകദേശം 3:30 കൂടി നമ്മൾ ഇവിടുന്ന് യാത്രയാവുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 17 സീറ്റിൻ്റെ ട്രാവലറിലാണ് പോണേ. നമ്മൾ 9 പേരേ ഉള്ളൂ, എന്നാലും നമ്മൾ ട്രാവലറിലാണ് പോണേ കേട്ടോ. അപ്പോൾ യാത്ര സുഖം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ട്രാവലറിനെ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ വണ്ടീനെ നമ്മൾ ഒരുവിധ ഭംഗിയിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഒരുപാട് മോശമാക്കിയിട്ടില്ല, കാരണം നമ്മൾ ഈ ഓരോ അലങ്കാരം ചെയ്യുന്നതൊക്കെ വണ്ടിക്കാരന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവർക്ക് വീണ്ടും ഓടാനുള്ളതാണ്. അപ്പോൾ അതേ നമ്മൾ ഇരിങ്ങാലക്കുട എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 6 സ്വാമിമാരാണ് നമുക്ക് കയറാനുള്ളത്. അപ്പോൾ 5 പേരും കന്നിക്കാരാണ്. അതേ ആദ്യം കയറുന്ന ആൾ മാത്രമേ നമുക്ക് കന്നിക്കാരനല്ലാത്തുള്ളൂ, ബാക്കി എല്ലാ 5 പേരും കന്നിക്കാരാണ് കേട്ടോ. അപ്പോൾ 5 പേരും കന്നിസ്വാമിമാരാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ബ്ലോക്കും കാറിലൊന്നും കിട്ടാത്ത കാരണം നമുക്ക് ഏകദേശം 10-11 കൂടി നമ്മളിത് എരുമേലിയിൽ ചെന്നിട്ടുണ്ട്. എരുമേലിയിൽ നമ്മൾ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ എരുമേലിൽ ചെന്ന് കന്നിസ്വാമിമാരെ കൊണ്ടൊക്കെ നമ്മൾ പേട്ട തുള്ളിച്ച് അവിടുത്തെ ചടങ്ങൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളല്ല ശരിക്കും ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറം നാട്ടുകാരാണ്, ആന്ധ്രക്കാർ കർണാടകക്കാരൊക്കെയാണ് ചടങ്ങ് ശരിക്കും ചെയ്യുന്നത്. നമുക്കൊക്കെ മടിയാണ് ഇങ്ങനെ പേട്ട തുള്ളാനും. അവരതിൻ്റേതായ കാര്യങ്ങളിൽ സംഭവം വൃത്തിയും കാറിലൊക്കെ കുറവാണെങ്കിലും ചടങ്ങിലൊരു വിട്ടുവീഴ്ചയും അവർക്കില്ല കേട്ടോ. അങ്ങനെ എരുമേലി പേട്ട തുള്ളുമ്പോൾ നമുക്ക് 2 അമ്പലങ്ങളാണ് ഉള്ളത്. ഒന്ന് വാവരുപള്ളിയും അതുപോലെ ശാസ്താവിൻ്റെ അമ്പലമാണ്. അപ്പോൾ അമ്പലവും പള്ളിയും നേർക്ക് നേരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ടാണ് വാവരുപള്ളി കയറി തൊഴുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്നാണ് പേട്ട തുള്ളൽ സ്റ്റാർട്ട് ചെയ്യുക. കന്നിക്കാരെല്ലാവരും പേട്ട തുള്ളുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ കന്നിക്കാരുള്ളത് ശരംകുത്തിയും അതുപോലെ അമ്പൊക്കെ ആയിട്ടാണ്. ചിലർ ഗതയും കാറിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഓരോ നാടിൻ്റെയും പ്രത്യേകത അനുസരിച്ചുള്ള ഓരോ ചടങ്ങുകളാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ സമയം കളഞ്ഞില്ല, കാരണം കന്നിക്കാരെ ഇതൊക്കെ ഒന്ന് കാണിക്കണം, അവിടുത്തെ ചടങ്ങ് ചെയ്യിക്കണം എന്നുള്ളൊരു ഒറ്റ പ്ലാനിങ്ങിലാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ വാവരുപള്ളിയും കറങ്ങി നേരെ പുറത്തിറങ്ങി. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിനി മല കയറാനായിട്ടുള്ള പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ ഇഷ്ടം പോലെ കടകളാണ്. കടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ വഴിപാട് ഐറ്റംസാണ്. ശരംകുത്തി, അതുപോലെ ഈ ഇലയൊക്കെ കാശ് കൊടുത്തിട്ട് അവർ മേടിക്കുന്നത്, അതുപോലെ ഗത വടി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റുഡിയോയും
ഞാൻ ആദ്യത്തെ വർഷമൊക്കെ പോയപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിലൊക്കെ ഫോട്ടോ എടുക്കണമെന്ന്. കാരണം അയ്യപ്പൻ്റെ അതായത് ശബരിമലയുടെ ഘടനയൊക്കെ സെറ്റാക്കിയിട്ടാണ് ഒരു ഫോട്ടോ എടുക്കുന്നത്. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഒരു രസമായിരിക്കും. കാരണം ശബരിമലയുടെ മുകളിലിരിക്കുന്ന പോലെ രീതിയിലൊക്കെ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ അത് അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്, ഒരു മാറ്റമില്ലാത്ത രീതിയിൽ. അപ്പോൾ പുറമക്കാരൊക്കെയാണ് ഫോട്ടോ എടുക്കണമെന്ന് തോന്നുന്നു. മലയാളീസൊക്കെ കുറവാന്ന് തോന്നുന്നുണ്ട്. ഈ ആന്ധ്രക്കാരും കർണാടകക്കാരൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പോൾ അവരുടെ പേട്ടതുള്ളിൽ ഭയങ്കര രസമാണ് കേട്ടോ. സംഭവം നമുക്ക് കാണുമ്പോൾ ഒരു തുള്ളാനൊക്കെ തോന്നും. അവർക്ക് അങ്ങനെ ഒരു മടിയോ കാര്യങ്ങളൊന്നുമില്ല. അവർ വരുന്നത് ഈ ചടങ്ങ് തീർക്കാന്നുള്ള രീതി തന്നെയാണ്. നമ്മൾ ചടങ്ങ് തീർക്കാൻ വേണ്ടി മാത്രം പോണവരാ. അവർ ആ ചടങ്ങായിട്ട് തീർക്കണവരാ കേട്ടോ. അപ്പോൾ അതേ പൊടിയൊക്കെ വാരി നിറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പേട്ടതുള്ളി വരുമ്പോഴാണ് അടുത്ത അമ്പലം കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. പേട്ടതുള്ളി വരുന്ന അയ്യപ്പന്മാർ ഇവിടെ നിന്നാണ് കുളിക്കുക. എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അതേ പൊടിയിൽ മുങ്ങിയിട്ടാണ് സ്വാമിമാർ വരുന്നത്. നമ്മൾ പൊടിയൊന്നും ആക്കിയില്ല കേട്ടോ, കന്നിക്കാരോട് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നമ്മളിത് ചായ കൂടി ലൈറ്റായിട്ട് ചായയൊക്കെ കഴിച്ച് നേരെ വിട്ട് അങ്ങനെ നമ്മളിത് കോടമഞ്ഞിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ മല കയറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊന്നും തന്നെ ഇത്തവണ കിട്ടിയില്ല. വാഹനയാത്രയിൽ നമുക്ക് ബ്ലോക്ക് കിട്ടിയില്ല. പക്ഷേ ശബരിമലയിലത്തെ ബ്ലോക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 12-12:30 കൂടി തന്നെ നമ്മൾ പമ്പയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത്തവണ നമുക്ക് വണ്ടി പമ്പയിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് പോലീസുകാർ തന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുമ്പോഴുള്ള KSRTC യാത്രാ ദുരിതം ഒഴിവായി കിട്ടി. കാരണം നമ്മൾ ചെല്ലുമ്പോൾ തിരക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ പറഞ്ഞു പൊക്കോ, പോയി ഇറക്കിയിട്ട് തിരിച്ചു പോരെന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ പമ്പയിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മല കയറാൻ തുടങ്ങി. അപ്പോൾ ശബരിമല കയറുമ്പോൾ ആദ്യം നമ്മൾ ഗണപതി അമ്പലത്തിൽ തേങ്ങ ഉടച്ചിട്ടാണ് മല ചവിട്ടാൻ പോവുക. അപ്പോൾ ഫസ്റ്റ് കണ്ടതാണ് ഗണപതി ക്ഷേത്രം. അവിടെ നിന്ന് നമ്മളിത് സ്റ്റെപ്പ് കയറി വരുമ്പോഴാണ് ഇത് രാജാവിന് നമ്മുടെ അയ്യപ്പസ്വാമീനെ പുഴയോർത്തുനിന്ന് പമ്പാ നദിയിൽ നിന്ന് കിട്ടിയതിൻ്റെ ഒരു വിഗ്രഹവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ശബരിമല കയറ്റത്തിൻ്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സംഭവം കരിക്കിൻ്റെ കച്ചവടമാണ്. കരിക്ക് അന്യായ വിൽപ്പനയാണ് അവിടെ നടക്കുന്നത്. കാരണം അതുപോലെ കരിക്കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 3.8 കിലോമീറ്ററാണ് നമുക്ക് ശബരിമല കയറ്റം കയറാനുള്ളത്. അപ്പോൾ 3.4 നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 3.8 കിലോമീറ്ററാണ് കേട്ടോ ടോട്ടൽ ഇവിടെ നിന്നുള്ള, അതായത് പമ്പയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള യാത്രാ ദൂരം. അപ്പോൾ അത്ര നമ്മൾ കയറ്റം കയറണം. അപ്പോൾ നമ്മൾ ശരണം വിളിച്ച് നമ്മൾ നീലിമല, ആദ്യം നീലിമലയാണ് കയറുക, നീലിമലയുടെ താഴ്ത്തുന്നത്. അപ്പോൾ നീലിമല ഇത്തിരി കടുപ്പാണ്. നീലിമല കയറി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഇത്തിരി നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഈ ബോർഡ് ഇപ്പോൾ വെച്ചേക്കണതാണെന്ന് എൻ്റെ ഓർമ്മ കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യം പോകുമ്പോൾ ഈ ബോർഡ് ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ഈ ബോർഡ് നോക്കി കയറാൻ പറ്റും. അതുപോലെ എത്താറായോ എന്ന് നമുക്ക് ഈ ബോർഡ് വെട്ടി നോക്കി കയറാം കേട്ടോ. അപ്പോൾ കയറുന്ന രീതിയിലൊക്കെ ഒരുപാട് കടകളുണ്ട്. പിന്നെ ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. കാരണം അവർ തീ പിടിച്ച വിലയാണ്. ഇവിടെ 10 രൂപയുടെ സാധനം അവിടെ 60 രൂപയ്ക്ക് വിൽക്കണം, മലയുടെ മുകളിലാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നീലിമല കയറി 2.4 കിലോമീറ്റർ കൂടി ഇനി നമുക്കുണ്ട്. അപ്പോൾ അടുത്തതാണ് അപ്പാച്ചിമേട്. അപ്പോൾ അവിടുത്തെ ഒരു വഴിപാടാണ് ഈ ഉണ്ട എറിയൽ. അപ്പോൾ പിതൃക്കൾക്കുള്ള മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ട എറിയുന്നത്. അപ്പോൾ നമ്മൾ ആ വഴിപാടൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ കന്നിക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമ്മൾ ചെയ്തില്ല. പിന്നെ അവിടെ നിന്ന് കയറി നമ്മൾ അടുത്തതാണ് ശരംകുത്തി. അപ്പോൾ നമ്മൾ നീലിമല കയറ്റം കയറി, അതുപോലെ കരിമല കയറ്റം കയറി. ഇത് രണ്ടുമാണ് ഇത്തിരി കടുപ്പം. കരിമല നീലിമല കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ കയറി നമുക്ക് ശബരിപീഠത്തിൽ ചെല്ലാം. ശബരിപീഠം തൊട്ട് പിന്നെ മലയുടെ ഹൈറ്റ് കുറയും. പിന്നെ ഞങ്ങൾ സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്ലോപ്പല്ല, എന്നാലും നടന്ന് പോകാനുള്ളൊരു ഇതുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു ശബരിമലയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മുമ്പ് നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടോ. അവിടെ തൊട്ട് നമുക്ക് നല്ല അടിപൊളി ക്യൂ കിട്ടി. അപ്പോൾ ഏകദേശം 5.5 മണിക്കൂർ നമ്മളിവിടെ വരി നിന്നിട്ടാണ് ഈ 400 മീറ്റർ ദൂരത്തേക്ക് നമ്മൾ എത്തിയത്. ഏകദേശം 5 മണി 5:15 കൂടി നമ്മൾ ശബരിമല സന്നിധാനത്ത് എത്തിയായിരുന്നു. സന്നിധാനത്തിലെത്തി നമ്മളിതേ 5:15 കൂടി നമ്മൾ പന്തല് കയറി. അവിടെ നിന്നിട്ട് നമുക്ക് 2.5 മണിക്കൂർ അവിടെ തന്നെ വെയിറ്റിംഗ് കിട്ടി. അങ്ങനെ ഏകദേശം 7:15 കൂടിയാണ് നമ്മളിതേ 18-ാം പടിയുടെ താഴെ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയതോടുകൂടി നമുക്കിതേ നമ്മുടെ മനസ്സിൻ്റെ ഒരു ആശ്വാസമായി. കാരണം നമ്മളിത് ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്രതവും കാര്യങ്ങളൊക്കെ എടുത്ത് മല ചവിട്ടുന്നത്. ഓരോ അയ്യപ്പന്മാരും മല ചവിട്ടുന്നത് ഈ പടിയൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ വിശ്വാസപ്രകാരം ഈ പടി കയറി കഴിഞ്ഞാൽ തീരാവുന്ന ദുരിതങ്ങളൊക്കെ അവിടെ അവസാനിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ നമ്മളിതേ സ്വാമീനെ ഇപ്പോൾ ഇത്രയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും നമുക്ക്. കാരണം ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. അങ്ങനെ നമ്മൾ സ്വാമീനെ തൊഴുതാനും നമുക്ക് അധികം തിരക്ക് കിട്ടിയില്ല കേട്ടോ. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ തൊഴുത് നെയ്ത്തേങ്ങ ഉടച്ച് അഭിഷേകത്തിന് കൊടുത്തിട്ടുണ്ട്. അഭിഷേകത്തിന് കൊടുത്ത് നമ്മളിതേ അന്നദാനം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളിത് കയറി. അപ്പോൾ നമുക്ക് 2000-2500 പേര് ഒറ്റ ട്രിപ്പിലിരിക്കും. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തിരക്കൊന്നും ഉണ്ടായില്ല. നമുക്ക് വരി കിട്ടിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തിരക്കുണ്ടായില്ല. അപ്പോൾ നമുക്ക് കിട്ടിയത് ഉപ്പുമാവും അതുപോലെ കടലക്കറിയാണ്, അതുപോലെ നല്ല അടിപൊളി ചുക്ക് കാപ്പിയും. അപ്പോൾ ഇതാണ് രാവിലത്തെ ചായ കൂടിയായിട്ട് കിട്ടിയത്.
അങ്ങനെ അഭിഷേകവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 12 മണിയോട് കൂടി തന്നെ നമ്മളിതേ താഴ്ത്തിക്ക് ഇറങ്ങി. അപ്പോൾ താഴ്ത്തിക്ക് ഇറങ്ങുമ്പോൾ നമ്മളവിടെ ഒരു തേങ്ങ പൊട്ടി ഉടച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാം. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല തിരക്കായിട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന ദിവസം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഡിസംബർ 6-ാം തീയതി പൊതുവെ തിരക്ക് കുറവാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോയത്. പക്ഷേ തിരക്ക് നമ്മളെ അതിശയിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ അതേ നല്ല അടിപൊളി തിരക്കായിട്ടുണ്ട്, നല്ലോണം ക്യൂ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴി കൂടെ അല്ല നമ്മൾ തിരിച്ചിറങ്ങുന്നത് വേറെ വഴി കൂടെയാണ് വന്നത്. നമ്മൾ കുറച്ചും കൂടി ഇടുങ്ങിയ വഴിയാണെങ്കിൽ തിരിച്ചിറങ്ങുന്നത് കുറച്ചും കൂടെ സ്പേസ് ആയൊരു റോഡാണ്. ഇത് ഫുൾ കോൺക്രീറ്റ് ആണ്, നമുക്കിവിടെ സ്റ്റെപ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ ഇതാണ്. കല്ലൊക്കെ പറക്കി വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കല്ലുകൾ ഓരോ കല്ലിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിട്ടുണ്ട്. ഒരാൾ ചെയ്തത് കാരണം അത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടെ ടയേർഡായിട്ടാണ്, നല്ലതുപോലെ ക്ഷീണമായി. നമുക്ക് രാത്രി ഉറക്കം കിട്ടിയിട്ടില്ല. അതുപോലെ 5 മണിക്കൂർ ക്യൂ നിന്നിട്ടുള്ള ക്ഷീണവും. അപ്പോൾ ഗൂർഖ വണ്ടികളാണ് ഇപ്പോൾ ഇവിടുത്തെ താരങ്ങൾ. കാരണം അവർ വണ്ടി കയറി വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കിളി പോവും. അന്യായ പടപടത്തിട്ടാണ് അവർ എമർജൻസി കേസിലൊക്കെ വരുന്നത്. അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം കൊണ്ടാണ് ഈ ഡോളി കൊണ്ടുപോകുന്ന ആൾക്കാർ ഏകദേശം 90-100 കിലോ ഭാരമുള്ള ആൾക്കാരെയും വഹിച്ചിട്ടാണ് ഇവർ ഈ 4 പേര് ഈ യാത്ര ചെയ്യണം കേട്ടോ. ഡോളിയിൽ ഒരാൾക്ക് 1 സൈഡ് കയറാനായിട്ട് 6000 രൂപയാണ് ഇത്തവണത്തെ പേയ്മെൻറ്റ്. ഇത് നമ്മൾ മല ഇറങ്ങുമ്പോഴുള്ള തിരക്ക് കണ്ടോ. ഞാനിത് 6ാമത്തെ വർഷമാണ് ശബരിമലയ്ക്ക് പോകുന്നത്. 5 വർഷം ഞാൻ പോയിട്ട് ഇതേപോലെ തിരക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും തിരക്കിൽ വരി നിന്ന് അയ്യപ്പനെ കാണേണ്ട ഒരു ഇത് വന്നത് കേട്ടോ. ഞാൻ അതുപോലെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ മല ഇറങ്ങുമ്പോൾ പോലും നമുക്ക് ഓടി ഇറങ്ങാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, ഒരാളുടെ പിന്നാലെ ഇറങ്ങാനാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. കാരണം അത്ര തിരക്കാണ്. അങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി മല ഇറങ്ങുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പം തിരക്ക് കിട്ടിയെങ്കിൽ നമുക്ക് സ്വാമീനെ നല്ലതുപോലെ തൊഴുവാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ശബരിമലയിൽ. വലിയ മാറ്റങ്ങളൊന്നും പറയാനായിട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ 6 വർഷത്തെ പരിചയം കൊണ്ട് അധികം മാറ്റമൊന്നും വന്നിട്ടില്ല. വഴിയിലും കാര്യങ്ങളൊന്നും മാറ്റം വന്നിട്ടില്ല. സജ്ജീകരണങ്ങളും അതുപോലെയൊക്കെ തന്നെ. 2ാം വർഷം പോയപ്പോഴും ഒക്കെ അതുപോലെ തന്നെ. വിലയിൽ നല്ല കൂടുതലുണ്ട്. വൃത്തി കുറവൊന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞ റീൽസിൽ വരുന്ന കേസൊന്നും വൃത്തി കുറവൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ വൃത്തികേടാക്കുന്നതായിരിക്കും. കാരണം ശബരിമലയിലത്തെ അവരുടെ വൃത്തിയില്ലായ്മയല്ല, ഓരോ സ്വാമിമാരും ചെയ്യുന്നതായിരിക്കും അങ്ങനെ. അപ്പോൾ ഒരുപാട് ഡോളികൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരെ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ കേട്ടോ. കാരണം നമുക്ക് ഒറ്റയ്ക്ക് കയറിയപ്പോൾ തന്നെ നമ്മുടെ കിളി പോയതാണ്. അങ്ങനെ നമ്മൾ ഏറ്റവും അടിയിലെത്തുമ്പോഴാണ് ഈ ചാല് കടന്നു പോണേ. ആ വെള്ളത്തിൻ്റെ തണുപ്പ് ഒരു അന്യായ തണുപ്പ് തന്നെയാണ്. പമ്പ നദിയിലൊക്കെ ഡബിൾ തണുപ്പാണ് ആ വെള്ളത്തിന്. അപ്പോൾ പമ്പയൊക്കെ അതേ ആകെ വറ്റി വരണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേത് പുതിയതായിട്ട് സ്റ്റാച്ചു ആണ്. അപ്പോൾ അത് ഞാൻ പോയപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ കിട്ടിയില്ല. പിന്നെ ഇത് ഏറ്റവും ദുർഘടമായൊരു യാത്രയാണ് ഈ KSRTC യാത്ര. ഇതിലിടിച്ചു കുത്തി കയറി ഈ സീറ്റിൽ കയറി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. ആന്ധ്രക്കാരും കർണാടകക്കാരും നമ്മളെ ചവിട്ടി അരയ്ക്കും നോക്കിയില്ലെങ്കിൽ. തമിഴന്മാർ അത്രയ്ക്ക് കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ളവർ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സ്വന്തം വണ്ടി കയറി ഭക്ഷണം കഴിച്ചതൊക്കെ നമ്മളത് വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശബരിമല യാത്ര നമുക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇത്തവണത്തെ. അങ്ങനെ നമ്മൾ ഏകദേശം രാത്രി ഒരു 10 മണിയോട് കൂടി മാല ഇട്ട് കൊടുത്ത് തന്നെ നമ്മളിതേ വന്നിട്ടല്ല കെട്ട് നിറച്ച് കൊടുത്ത് വന്ന് നമ്മൾ വീണ്ടും ഒഴിഞ്ഞ് നമ്മൾ തേങ്ങ ഉടച്ച് നമ്മൾ വീട്ടിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ അതേ മാല വരുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ശബരിമല യാത്രാ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കരുത്. അങ്ങനെ എൻ്റെ വീടെത്തി. എൻ്റെ കൊച്ചിനെ ഒന്ന് കണ്ട് കൊച്ചിന് ഓരോ പൊതിയും മേടിച്ച് കൊടുത്ത് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി നാളെ നോയമ്പറക്കണം. ഇന്നും കൂടി നമ്മൾ വ്രതം നോക്കി നാളെ കുളിച്ച് നമ്മൾ വ്രതം ഇറക്കാനുള്ളൊരു പ്ലാനിങ് ആണ്. അങ്ങനെ അച്ഛനെ കാണാതെ കണ്ടപ്പോൾ മോളും ഹാപ്പിയായി.